മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാറ് പാറമടയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കൊമ്പടിഞ്ഞാമാക്കലിലെ ശ്യാം ജോർജ്, മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത്. രാത്രി 10:30 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. സൂരജ് സജി ടെലിഫോണിൽ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ വന്ന ഒരു അപകടമാണ്. വലിയ ആഴത്തിലുള്ള ഏതാണ്ട് 50 അടിയിലധികം താഴ്ചയുള്ള ഒരു പാറമടയിലേക്കാണ് വണ്ടി വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. കുഴിക്കാട്ടുശ്ശേരിയിലുള്ള പാറമടയിലാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഈ സമയം 50 അടി താഴ്ചയിലേക്ക്, അതായത് ഈ സുരക്ഷാ ഭിത്തി എല്ലാം ഉണ്ടായിരുന്നു. വാഹനം നിയന്ത്രണം വിട്ടിടിച്ച് ഈ സുരക്ഷാ ഭിത്തി തകർത്ത് ഈ പാറമടയ്ക്കകത്തേക്ക് വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ എതിർവശത്ത് നിന്ന് വന്ന ബൈക്ക് യാത്രക്കാർ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. ആളൂർ പോലീസ് അതുപോലെ തന്നെ മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിൽ പോലും ഇത്തരം ആഴമേറിയ ഒരു പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്ന് പ്രത്യേക സ്കൂബ സംഘം എത്തിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രി 1 മണിയോട് കൂടിയാണ് ഈ മൂവരെയും രക്ഷിക്കുന്നത്. പക്ഷെ ആ സമയത്തേക്കും ഇവർ 3 പേരും മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരെ ആളൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ വാഹനം ഈ പാറമടയ്ക്ക് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ ഇരുവശവും ഈ പാറമടകളാണുള്ളത്. നേരത്തെയും ഇതൊരു അപകട മേഖലയായിരുന്നുവെങ്കിൽ പോലും ഈ സുരക്ഷാ ഭിത്തിയൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഈ സുരക്ഷാ ഭിത്തി തകർത്ത് ഈ വാഹനം ഈ പാറമടയ്ക്ക് അകത്തേക്ക് വീഴുകയായിരുന്നു. ഈ വാഹനത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വാഹനത്തിന്റെ ഡോറെല്ലാം തുറന്ന നിലയിലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇവർക്ക് ഈ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തിരച്ചിൽ നടത്തിയ സ്കൂബ സംഘം ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ മൃതദേഹം ആളൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഓക്കെ, താങ്ക് യു സൂരജ് സജി. വലിയ അപകടകരമായ വാർത്തയായിരുന്നു. 3 പേരാണ് ഇന്നലെ രാത്രി 10:30 മണിക്ക് അപകടത്തിൽ മരിച്ചത്. കൊമ്പടിഞ്ഞാമാക്കലിലെ 2 പേരും അതുപോലെ മറ്റൊരാളുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഓരോ ദിവസവും രാവിലെ അപകടത്തിൻ്റെ വാർത്ത ഇല്ലാതിരിക്കണമെന്നാണ് ചില പ്രേക്ഷകർ പറയുന്ന പോലെ എൻ്റെയും ആഗ്രഹം. അജന്ത ഡിജിറ്റൽസ് പറയും, സ്കെയിൻ ഒരാളെ സംസാരിക്കാൻ വിളിച്ചാൽ പറയാൻ സമ്മതിക്കിടയ്ക്ക് ഓക്കെ എന്ന് പറയരുത്. ഈ ഓക്കെ ഒരു സിഗ്നലാണ്. നമ്മൾ ഒരുപാട് ഇന്ന് വാർത്താ നിബിഡമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനമുണ്ട്, ഒക്കെയുണ്ട്. മാത്രമല്ല ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടറിന് നൽകുന്നൊരു സൂചനയാണ്. സമയപരിമിതി പാലിക്കൂ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഓക്കേക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഓവർ ടു കാലപുരിയുണ്ട്, ഓക്കെ കാലിത്തീറ്റയുണ്ട്, അങ്ങനെ എന്തെല്ലാം ഓക്കെ ഉണ്ട്. ശരി എന്ന് വേണമെങ്കിലും ഉണ്ട്.